ഗോപാലന്റെ കൂടെ ഇങ്ങോട്ട് വരുന്നുണ്ടെന്ന് എന്നെ വിളിച്ച് പറഞ്ഞുകൂടായിരുന്നു. അതിന് മഹിമ ഇങ്ങോട്ട് വരുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നില്ലല്ലോ. അല്ല, മഹിമയ്ക്ക് ലെഡ്ജർ കൊണ്ട് ഉപകാരം ഉണ്ടായില്ലേ? വീടിനകത്തുള്ള ആരുടെയെങ്കിലും സഹായം ഇല്ലാതെ മോഷണം നടക്കില്ല എന്ന് ഗോപാൽജി പറഞ്ഞു. ഒരു ഘട്ടത്തില് ഗോപാൽജിക്ക് എന്നെ സംശയം തോന്നി. എന്നിട്ട് രക്ഷപ്പെടാൻ എന്റെ മുന്നില് ഒരു മാർഗേ ഉണ്ടായിരുന്നുള്ളൂ. ഞാൻ മഹിമയെ സഹായിച്ചത് ഗിരീട്ടനാണെന്ന് പറഞ്ഞു. ആ, ഗോപാൽജി അത് വിശ്വസിക്കുകയും ചെയ്തു. രക്ഷപ്പെടാൻ വേണ്ടി സ്വന്തം ചേട്ടനെ ബലികേടാക്കുകയാണോ വേണ്ടത്? ഗിരീട്ടിന് ഗോപാൽജിക്ക് നല്ല പേടിയാ. ഏട്ടനെതിരെ ഒന്നും ചെയ്യാനുള്ള ധൈര്യം ഗോപാൽജിക്ക് ഉണ്ടാവില്ല. ഇനി എങ്ങാനും എന്തെങ്കിലും ചെയ്താൽ തന്നെ അത് മഹിമയുടെ ഉദ്ദേശത്തെ സഹായിക്കും. എങ്ങനെ? ചേട്ടനും ഗോപാൽജിയും തമ്മിൽ ഉടയ്ക്കാ പിന്നെ അദ്ദേഹത്തിനെതിരെ സാക്ഷി പറയാൻ ഗിരീട്ടൻ സമ്മതിച്ചെന്ന് വരും. അങ്ങനെ സംഭവിച്ചാ നിങ്ങൾ തമ്മിലുള്ള എല്ലാ പ്രശ്നങ്ങളും അവസാനിക്കുമല്ലോ. എങ്ങനെയുണ്ട് എന്റെ ഐഡിയ? പക്ഷെ ഒരു കുഴപ്പമുണ്ട്. ശാലിനിയും ചാച്ചുവും കൂടി ഞാനാണ് ഗോപാൽജി ഒറ്റിയതെന്ന് അദ്ദേഹത്തെ വിശ്വസിപ്പിക്കാൻ ശ്രമിക്കുന്നുണ്ട്. നീ ഒന്ന് മനസ്സ് വെച്ചാൽ നമുക്ക് ആ ധാരണ തകർക്കാം. അതെങ്ങനെ? നീ എന്നെ ഒരൊറ്റ അടി അടിച്ചാ മതി. ഇവിടെ ഒരു സീൻ ഉണ്ടാക്കിയ ഞാനും നീ ശത്രുക്കളാണെന്ന് ഗോപാൽജി വിശ്വസിച്ചോളും. ഏയ്, അതൊന്നും ശരിയാവില്ല. എല്ലാം ശരിയാവും, നീ കൂടെ നിന്നാ മതി. അത് പിന്നെ സ്വപ്നം. സഞ്ജുവേട്ടാ, 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 അയ്യോ സഞ്ജുവേട്ടാ, ഒന്ന് ഓടി വായോ സഞ്ജുവേട്ടാ. എന്താ സഞ്ജുവേട്ടാ, എന്താന്ന് എന്താ പറ്റിയേ? ഇവളെന്നെ അടിച്ചു സഞ്ജുവേട്ടാ. വേണ്ട വേണ്ട, കാര്യം എന്താന്ന് അറിയുന്നതിന് മുമ്പേ എടുത്തേണ്ട. അറിയാനൊന്നുമില്ല. എന്റെ മരുമോളയാ ഇവിടെ തല്ലിയത്. ഇത് ഞാൻ വെറുതെ വിടൊന്നുമില്ല. ഗോപാൽജി, ബഹളം വെക്കരുത്. മഹിമ എന്തിനാ സ്വപ്നയെ തല്ലിയെന്ന് നമുക്കറിയില്ലല്ലോ. സ്വപ്നയുടെ കയ്യിലിരിപ്പ് അത്ര നല്ലതൊന്നും അല്ലെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. അതുകൊണ്ട് വെറുതെ ഒരു തല്ലുണ്ടാക്കണ്ട. നീ വലിയ അഭിമാനത്തോടെ മാധവന്റെ മകളാണെന്ന് പറയുന്നുണ്ടായിരുന്നല്ലോ. ഒരു ഗർഭിണിയെ തല്ലുന്നതാണോ നിന്റെ അച്ഛൻ പഠിപ്പിച്ച സംസ്കാരം? സഞ്ജു എന്താ? മഹിമേ, നിനക്ക് പകയും വാശിയും ഒക്കെ ഉണ്ടെന്ന് എനിക്കറിയാം. പക്ഷേ അത് കാണിക്കേണ്ടത് ഒരു ഗർഭിണിയോടല്ല. ഇത്രയ്ക്ക് മനസാക്ഷി ഇല്ലാതെ നിനക്ക് എങ്ങനെ പെരുമാറാൻ സാധിക്കുന്നേ? നീ കാരണം നമ്മുടെ അച്ഛനെ കുറിച്ചും കണ്ടോമാരും മോശം പറയാൻ തുടങ്ങി. മഞ്ജു ഇവളുണ്ടല്ലോ. വേണ്ട, നമുക്ക് പോവാൻ വക്കില്ല. മഹിമ കാണിച്ചത് തെറ്റാണെന്ന് എനിക്കറിയാം ഭാനു. സ്വപ്നയുടെ അവസ്ഥയെക്കുറിച്ച് അവള് ചിന്തിക്കണമായിരുന്നു. അവള് കുട്ടിയല്ലേ, നീ പ്രാകരുത്. എന്ത് ഗൗരി, സാരമില്ല, നീ ചെല്ല്. നീ വാ, നമുക്ക് അകത്തിരിക്കാം. നിനക്ക് ക്ഷീണമെല്ലാം തോന്നെങ്കിൽ നമുക്ക് ഡോക്ടറെ കാണാം. വാ.